ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചെമ്മ വിളിച്ചിട്ട് വരണം, പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ചായ കുടിയും കഴിഞ്ഞ് ഡ്രസ്സും മാറി നേരെ ഞാൻ അവൻ്റെ കൂടെ പുറത്തേക്ക് വന്നേട്ടോ. ഞങ്ങൾ ആദ്യം മാളിലൊക്കെ പോയി, വെറുതെ ജസ്റ്റ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. മാളിലൊക്കെ പോയി, മാളിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി. എനിക്ക് 2-3 ഡ്രസ്സൊക്കെ നോക്കി വെക്കുമ്പോഴത്തേനും എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങിക്കോ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ ഹണി കേക്കിൽ എനിക്കൊരു കിട്ടില്ല സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ആണ്, അപ്പോൾ ചെറുതായാലും ബർത്ത്ഡേ പ്ലസ് മോംറ്റി നമുക്ക് കൊടുത്ത് സർപ്രൈസ് ആക്കി വെക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ അവിടെ കയറിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് അറിയത്തില്ല, പിന്നെ കേക്ക് മുറിക്കുന്ന എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എല്ലാ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കുന്നതുകൊണ്ട് തന്നെ കേക്ക് എന്തായാലും ഇവന് സെറ്റാക്കി തരും. പക്ഷെ ഞാൻ അത് നൈറ്റാണ് ഉദ്ദേശിച്ചത്. ഇത് വിചാരിക്കാണ്ട് കിട്ടിയ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് അമ്മായിക്ക് 2 മണിക്ക് വർക്കിന് പോകേണ്ടത് കൊണ്ട് തന്നെ അമ്മായി അവിടെ വരും എന്നുള്ളത് യാതൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. അമ്മായി അവിടെ വരുന്നു, അമ്മായിയാണ് കേട്ടോ അവിടെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരാളുണ്ടാവുമെന്ന്, ഇനി അഥവാ അങ്ങനെ എനിക്ക് സർപ്രൈസ് തരുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും സന്തോഷം ഉണ്ടായ ഒരു ദിവസം വേറെ ഉണ്ടായോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് എന്താ പറയുക, സർപ്രൈസ് എനിക്കധികം കിട്ടൽ കുറവ് തന്നെയാണ്. എനിക്കാണെങ്കിൽ അത് എത്തിക്കാൻ സർപ്രൈസ് തരാനും അറിയില്ല. അപ്പോൾ ഇത് ഭയങ്കര ഹാപ്പി ആയിപ്പോൾ. എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് അമ്മായിൻ്റെ വർക്ക് വരെ കുറച്ച് ഡിലേ ആക്കിയിട്ടാണ് അവിടെ എത്തിയത്. ഫാർമസിസ്റ്റാണ് എൻ്റെ അമ്മായി. അപ്പോൾ അതുവരെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴത്തേക്കും. പക്ഷേ എന്നെ എത്രയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രയും എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ബർത്ത്ഡേ പ്ലസ് മോം ടു ബി ആയിരുന്നു. അത് ആ ബാക്കിൽ കണ്ടത് നിങ്ങൾ മോം ടു ബി പ്ലസ് ഹാപ്പി ബർത്ത്ഡേ കണ്ടില്ലേ. കാരണം എനിക്കിപ്പോൾ 7 മന്ത് ആയല്ലോ. അപ്പോൾ മോം ടു ബിയും കൂടി അവർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കേക്കും കാര്യങ്ങളൊക്കെ അമ്മായി മുന്നത്തെ ദിവസം വിളിച്ച് അവിടെ സെറ്റാക്കി, ഹാളും സെറ്റാക്കി എല്ലാം ചെയ്തതാണ്. ഒരുപാട് 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 സന്തോഷം. അമ്മായിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. പിന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെപ്പർ പാലസിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം എന്തായാലും ഉച്ച ഒരു 1:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേ ട്രീറ്റും കൊടുക്കണമല്ലോ. ഞാൻ വിചാരിച്ചു എന്തായാലും പെപ്പർ പാലസിൽ പോയി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ്. പിന്നെ അതുപോലെ തന്നെ നെയിലും ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. അമ്മായിയുടെ ഉമ്മയും ബിരിയാണി ഓർഡർ ചെയ്തു, ചെമ്മീൻ ബിരിയാണി. പിന്നെ ചെമ്മു സൂപ്പ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ചട്ടിച്ചോറ് എനിക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ കഴിയില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതൊന്നും തന്നെ കഴിക്കാം. കാരണം ഒന്നാമത് ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ. പിന്നെ അതിന് ശേഷം ഞാനും കുട്ടീസും ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. പിന്നെ ഇത് രാത്രിത്തതാണ് കേട്ടോ. ഇത് രാത്രി പിന്നെ ഞങ്ങൾ നേരെ രാത്രി പിന്നെ സൗദി ഷവായിൽ പോയി ഒരു അൽഫാം മന്തി കഴിച്ചു കേട്ടോ. അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കുഞ്ഞു സന്തോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.